ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഈ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? രാവിലെയൊന്നും അല്ല കേട്ടോ, ഒരു 10 മണി കഴിഞ്ഞാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ചന്തയിലേക്കാണ്. ഞങ്ങളുടെ വീടിനടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. പുനലൂരായി ചന്ത. ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ചന്തയിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഇടയ്ക്കിടയ്ക്കൊന്ന് പോകുന്നതാണ്. ഇപ്രാവശ്യം ഹോസ്പിറ്റലിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് കുറേ ബിസിയായിരുന്നു കേട്ടോ. മോനും ഏട്ടനും പിന്നെ എനിക്കും നന്ദയ്ക്കും നമുക്ക് എല്ലാവർക്കും പ്രശ്നമായിരുന്നു ഇപ്രാവശ്യം. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാട്ടോ. ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളും വാങ്ങിക്കണമായിരുന്നു. അതിനൊക്കെ വേണ്ടി കേട്ടോ ഇന്നത്തെ ഈ യാത്ര. പിച്ചാത്തിയും പിന്നെന്തോ പപ്പടമൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിച്ചാത്തിക്ക് കുറേ പഴക്കമുള്ളതാട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഏട്ട എന്നെയും കൊണ്ട് ജോലി സ്ഥലത്ത് പോണ ആ ഒരു സമയത്ത് വാങ്ങിച്ചിട്ട് പോയ പിച്ചാത്തിയ അത് തന്നെയാട്ടോ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അതാന്നേ ദ്രവിച്ചിട്ട് അതിൻ്റെ പിടിക്കുന്ന പാകമില്ലേ, അതൊക്കെ ഒടിഞ്ഞു പോകാറായിട്ടിരിക്കുക. തിരിച്ചു എന്നിട്ട് അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും നേരത്തെ എന്നെ പിച്ചാത്തി വാങ്ങിക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. പിന്നെ കുറച്ച് പപ്പടവും വീട്ടിലത്തേക്കും വേണം കേട്ടോ. കഴിഞ്ഞ വർഷവും നാട്ടിൽ വന്നപ്പോൾ പിച്ചാത്തി വാങ്ങിയിട്ട് പോകണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അവസാനം അതങ്ങ് മറന്നുപോയി. അവിടെയൊക്കെ കിട്ടുന്ന പിച്ചാത്തി എനിക്ക് സെറ്റ് ആവത്തില്ല കേട്ടോ. അതിൻ്റെ ഷേപ്പ് തന്നെ വേറെയാ. പിന്നെ ഞാൻ ഈ പിടി ദ്രവിച്ച പിച്ചാത്തി തന്നെയാട്ടോ ഉപയോഗിക്കുന്നത്. ഇടയ്ക്ക് എനിക്ക് പേടിയുണ്ട് അത് ഒടിഞ്ഞു പോകുമെന്ന്. എന്തായാലും ഇത്രയും നാൾ ഒടിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ പുതിയ പിച്ചാത്തി ഉപയോഗിക്കാമല്ലോ. പുനലൂര് ചന്തയ്ക്കകത്ത് കയറിയപ്പം സത്യം പറഞ്ഞാൽ ഞാൻ അന്തിച്ചു പോയി കേട്ടോ. ഒരു സാധനവും കാണുന്നില്ല. നിറയെ മീനും ഉണക്കമീനും ഒക്കെ വരിവരിയായിട്ടിരുന്നതാ. ഇതൊക്കെ എവിടെ പോയോ എന്തോ. പണ്ടൊക്കെ ഞാൻ ഉണക്കമീൻ കഴിക്കുന്ന സമയത്ത് പപ്പ ഇവിടെ നിന്നായിരുന്നു കേട്ടോ വാങ്ങിച്ചു തന്നത്. പക്ഷേ ഇപ്പം അതൊന്നും കാണുന്നില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങും ഉണക്കമീൻ്റെ കടകൾ. എന്തായാലും പിച്ചാത്തി ഉണ്ടായിരുന്നു കേട്ടോ. പല വെറൈറ്റി പിച്ചാത്തികൾ, നീളമുള്ളതും നീളം ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പല വെറൈറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 വാങ്ങി കേട്ടോ. ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന പിച്ചാത്തിയുടെ കോലം കണ്ടിട്ടേ ഇടയ്ക്ക് ഏട്ട അവിടെ നിന്ന് തന്നെ 1-2 പിച്ചാത്തി വാങ്ങിയിട്ട് വന്നു കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ പിടിയൊക്കെ ആയിട്ട്. പക്ഷേ എനിക്കൊന്നും സെറ്റായിട്ടില്ല. ഞങ്ങൾ പിച്ചാത്തിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ മീൻ വാങ്ങിക്കാനായിട്ട് വന്നു കേട്ടോ. ഇപ്പം മീനൊന്നും ഒരുപാടൊന്നും ഇല്ല. ഈ 2 ചേട്ടന്മാരും പിന്നെ നമ്മൾ കയറുന്ന ഭാഗത്ത് ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഒരു സമയത്ത് ഇവിടെ നേരെ മീൻ തന്നെ ആയിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ ചന്തയും മീനും ഒക്കെ എന്തെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുക അതൊക്കെ വേറെ എങ്ങോട്ടോ മാറ്റിയെന്ന്. നല്ല ഫ്രഷ് മീനൊക്കെ വാങ്ങിച്ച് കറി വെച്ച് കഴിക്കുന്ന നമുക്കിതൊന്നും സെറ്റാവത്തില്ലെന്നേ. എന്തായാലും മീൻ വാങ്ങിക്കണം. പച്ചക്കറി ഒന്നും ആർക്കും വീട്ടിൽ ശരിയാവത്തില്ല കേട്ടോ. പച്ചക്കറി മാത്രമായിട്ട് ചോറുണ്ണാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഇവരൊക്കെ പറയല്ലേ എടുത്തു വെച്ചോ, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റത്തില്ലെന്ന്. ആ വീഡിയോ എങ്കിലും നോക്കി ഇതൊക്കെ കാണാൻ പറ്റുമെന്ന്. വേഗം എടുത്തോളാം. പിന്നെ ഞങ്ങൾ പപ്പടവും തേങ്ങയൊക്കെ വാങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ലക്കി പറഞ്ഞവനൊരു പ്ലെയിൻ വാങ്ങിച്ചിട്ട് വരണേന്ന്. ഇപ്പം ലക്കിക്ക് ഞങ്ങളുടെ കൂടെ വരാൻ വലിയ ബഹളമൊന്നും ഇല്ല കേട്ടോ. അമ്മയായിട്ടവൻ ഭയങ്കര കൂട്ടാട്ടോ. അമ്മയാന്നേ അവ എന്ത് വേലത്തരം കാണിച്ചാലും ഒന്നും പറയത്തില്ല. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവ അമ്മയുടെ അടുത്ത് നിന്നോളും. ഒരു വഴക്കും ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ് ലക്കി ഇങ്ങനെ വീട്ടിൽ നിർത്തിയിട്ട് വരുന്നത്. ഇപ്പം മിക്കുള്ള ദിവസവും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകണ്ടേ. അവനെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അവിടെ. പണ്ട് നന്ദ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ മതിയായിരുന്നു. മാളും ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അവളുടെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു. അമ്മയും മാളും ഉണ്ടെങ്കിൽ അവൾക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു. ഫ്രഷ് പച്ചക്കറിയൊന്നും അല്ലെങ്കിലും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഞങ്ങളവിടെ നല്ല തിരഞ്ഞെടുത്തൊക്കെ പച്ചക്കറി വാങ്ങിക്കുന്നതാ. ഇവിടെ ആന്നേ ചീഞ്ഞതും മുറ്റിയതും ഒക്കെ സഞ്ചിക്കകത്തിട്ട് തൂക്കി ഇങ്ങ് തരുവാ. ചെന്ന് തിരഞ്ഞെടുക്കാൻ ചെന്നപ്പോൾ അതൊന്നും ഇവിടെ ഒന്നും പറ്റത്തില്ല എന്ന്. ഒഡീസയിലാന്നേ പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോൾ വഴുതനങ്ങയ്ക്കൊക്കെ ഒരു കുഞ്ഞ് കറുത്ത കുത്ത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വെക്കുന്ന ഞാനാ ഇവിടെ നിന്ന് പുഴുത്തതും അഴുകിയതും ഒക്കെ വാങ്ങിച്ചിട്ട് പോകുന്നത്.
ചന്തയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കോള് വന്നു കേട്ടോ. എനിക്കെന്തോ ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്ന്. എൻ്റെ ഏതോ ഫ്രണ്ട് ചെടികൾ അയച്ചതാണെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി അതുകൂടെ വാങ്ങിച്ചിട്ട് പോകണം. ചിലപ്പോൾ ലേറ്റ് ആവും കേട്ടോ അവിടെ എത്താൻ. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ ലക്കി പറഞ്ഞായിരുന്നു കേട്ടോ അവനൊരു പ്ലെയിൻ വാങ്ങിച്ചിട്ട് വരണേന്ന്. ഞങ്ങൾ പ്ലെയിനും നോക്കി കുറേ ദൂരം വന്നായിരുന്നു. അവസാനം ഈ കടയിലാണ് ഇതുപോലൊരെണ്ണം കണ്ടത്. ഇവിടെ നിന്ന് കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. കാറും ജീപ്പും അങ്ങനെ കുറേ സാധനങ്ങൾ. അവസാനം ഞങ്ങൾ ഇതാ കേട്ടോ വാങ്ങിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം അതാ വീണ്ടും മഴ. ഇപ്പം എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കുറച്ച് വെയിലും പിന്നെ മഴയും. ഇതൊരു മെനക്കേടും തന്നെയാണ് ചില സമയം. ആ ചന്തയിലേക്ക് ഇറങ്ങിയ സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഏട്ടനോട് പറയുകയും ചെയ്ത് കുട എടുത്തിട്ട് വരണ്ടിയായിരുന്നു എന്ന് വെയിലത്ത് കുട പിടിക്കാൻ. നന്ദയ്ക്ക് മുളക് ബജി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇപ്പം എങ്ങോട്ടിറങ്ങിയാലും ഒക്കെ എരിയുള്ള സാധനം മതി എന്നാണ് പറയുന്നത്. പിന്നെ പോസ്റ്റ് ഓഫീസിലോട്ട് പോയി. ഞങ്ങളുടെ വീടിനടുത്താട്ടോ പോസ്റ്റ് ഓഫീസ്. ഈ പുനലൂരിൽ നിന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം. അവർ വിളിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു കേട്ടോ ഇന്ന് വീട്ടിലോട്ട് കൊണ്ടുതരാൻ ആളൊന്നും ഇല്ല, അതുകൊണ്ട് വന്നെടുക്കണമെന്ന്. അപ്പം ഞങ്ങൾ പറയുകയും ചെയ്തായിരുന്നു ഞങ്ങൾ കുറച്ച് ദൂരത്താ വരുമ്പോൾ കുറച്ച് താമസിക്കുമെന്ന്. ഞങ്ങൾ വന്നപ്പോൾ 1 മണി കഴിഞ്ഞായിരുന്നേ. അവരിതും പൂട്ടി അവരുടെ പണിയും നോക്കിപ്പോയി. ഇനിയിപ്പോൾ നാളെ എൻ്റെ ചെടികളൊക്കെ ചീഞ്ഞിരിക്കും അതിനകത്ത്. ആ കൊറിയറിനകത്ത് ആരാണ് അയച്ചതെന്നോ എന്താണെന്നോ അറിയാൻ വയ്യ. ഇനിയിപ്പോൾ നാളെ കിട്ടിയിട്ട് പറയാം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.